ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ പോലീസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിൽ അക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട്, ക്രിമിനൽസിനെ ഈ പറയുന്ന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ജനങ്ങൾക്കും കൃത്യമായിട്ട് തുല്യമായിട്ടുള്ള നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പോലീസിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. ഇവരും കൃത്യമായിട്ട് ഒരുപാട് റിസ്ക് എടുത്ത് തന്നെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടർ തന്നെയാണ്. നമ്മുടെ നാടിനെ കാക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇത്രയും നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ 99% പോലീസുകാർ നല്ല രീതിക്ക് പ്രവർത്തി ചെയ്യുമ്പം അതിൽ 1% കാണും കറ പുരണ്ട ജീവിതങ്ങൾ എന്ന് പറയുന്നത്. അതായത് ക്രിമിനൽസ് ആയിട്ടുള്ള പോലീസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിനു മുന്നേ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കേസുകളിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള പോലീസുകാരെ മാറ്റും എന്ന്, അല്ലെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഇനിയും അവശേഷിക്കുന്നുണ്ട് ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഗുണ്ടായിസവുമായി നടക്കുന്ന പോലീസുകാരെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പോലീസുകാർ നമ്മുടെ പോലീസ് സേനയ്ക്ക് തന്നെ ഏറ്റവും ആക്ഷേപമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാടിനും നമ്മുടെ ആഭ്യന്തര വകുപ്പിനും ഒക്കെ കളങ്കമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നീതി നടപ്പിലാക്കി തരേണ്ടുള്ളത്, നിയമം പാലിക്കേണ്ട, നമ്മുടെ നാടിനെ കാത്തു രക്ഷിക്കേണ്ട ആൾക്കാരാണ് പോലീസുകാരെന്ന് പറയുന്നത്. നമ്മൾ പട്ടാളക്കാരെ നമ്മുടെ നാട് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ കാക്കാൻ വേണ്ടി അതിർത്തിയിൽ കാവൽ നിർത്തിയിരിക്കുകയാണ്, ബാക്കിയുള്ള ഒരു തീവ്രവാദികൾ അകത്തേക്ക് കടക്കാൻ കഴിയാതെ നിർത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനെ കൃത്യമായിട്ട് അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. അപ്പൊ അവരത്രയും റിസ്ക് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള നല്ല പോലീസുകാരെ പോലും ചീത്തപ്പേര് കേൾപ്പിക്കാൻ ഈ 1% മതി എന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ് ഈ ചടയമംഗലത്ത് നടന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് കാട്ടാക്കട SI ആയിട്ടുള്ള മനോജ് എന്ന് പറയുന്ന അദ്ദേഹം, അതിന് മുന്നേ അദ്ദേഹം ഈ പറയുന്ന ചടയമംഗലത്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം ചെയ്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വധക്കേസ് പ്രതിയായിട്ടുള്ള ഒരു സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അത് ചടയമംഗലത്താണ് വന്നതെന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ദളിത് കുടുംബത്തിലെ വ്യക്തിയായിട്ടുള്ള, ഈ കേസിലെ പ്രതി പോലും അല്ല, മാറിയാണ് ചെയ്തത്, അവിടെ കയറിയത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്, അദ്ദേഹത്തിനെ ഉപദ്രവിച്ചത്, ആശുപത്രിയിലാക്കിയൊക്കെ ചെയ്തത്. അപ്പം സുരേഷ് ബിന്ദു ദമ്പതിമാരാണെന്ന് പറയുന്നത്. അവരെ ഈ പറയുന്ന അദ്ദേഹത്തിനെ വിലങ്ങ് വെക്കുക, കുനിച്ചിർത്ത്, എന്നിട്ട് ഉപദ്രവിക്കുക, അദ്ദേഹം കാലിൽ വീണ് മാപ്പുറ ഞാനല്ല ആ വ്യക്തി എന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതിരിക്കുക. ഇതിനെക്കാളും ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഏറ്റവും ലജ്ജാവഹമായിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോലീസുകാരനാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യമാണ്. കാരണം SI സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത്രയും ഈ പറയുന്ന കാര്യഗൗരവത്തോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ആ പോസ്റ്റിൽ ഇരുന്നിട്ട് കാര്യമുള്ളൂ. അത് അത്രയും വലിയൊരു പോസ്റ്റ് തന്നെയാണ്, വെറുതെ കിട്ടുന്ന ഒരു കാര്യമല്ല. ചുമ്മാതെ നക്കാപ്പിച്ച കൊടുത്താൽ വാരി കൂട്ടാൻ പറ്റുന്ന ഒരു സ്ഥാനമല്ല അതെന്ന് പറയുന്നത്. അത് ഒരുപാട് ആൾക്കാർ, ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു സ്ഥാനം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഓരോ കേസുകൾ വരുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. വാദി പ്രതി 2 കൂട്ടർ കാണുമായിരിക്കും. അപ്പൊ ഈ 2 കൂട്ടരോടും കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുക, ആ പരിസരങ്ങളിൽ പോയി കാര്യങ്ങൾ ബാക്കിയുള്ളവരെ കൊണ്ടായാലും അന്വേഷിപ്പിക്കുക, അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു അവലോകനം അല്ലെങ്കിൽ ക്രോഡീകരണം പോലുള്ള കാര്യങ്ങൾ ശേഖരിക്കുക. എന്നിട്ട് കൃത്യമായിട്ട് കോംപ്രമൈസ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഈ പറയുന്ന വലിയ കേസിലേക്ക് പോവാതെ, കോടതികളിലേക്കൊന്നും എത്തിക്കാതെ ഒത്തുതീർപ്പാക്കാൻ വരെ ശ്രമിക്കുന്ന പോലീസുകാർ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ട്. അപ്പൊ അത്രയും നല്ല പോലീസുകാർ ഉള്ള സമയത്താണ് ഇത് ഒരു അപമാനകരമായിട്ടുള്ള ഈ ഒരു പോലീസിന്റെ നടപടി. ഇത് ഇത്രയും ഇതായിട്ട് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറയുന്നത്, ആ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെ പിടിക്കാൻ വന്നത് ഗുണ്ടകളെ കൊണ്ടാണെന്നുള്ള കാര്യമാണ്. 3 ക്രിമിനൽ പശ്ചാത്തലമുള്ള 3 ഗുണ്ടകളെ കൂട്ടിക്കൊണ്ട് ഈ പറയുന്ന കുറ്റവാളി ആണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അല്ല എന്നാൽ പോലും ഞാൻ പറയുകയാണ്, കുറ്റവാളിയെ പിടിക്കാൻ വേണ്ടി പോലീസുകാരെ കൂട്ടുപിടിക്കേണ്ടത് മറ്റു ഗുണ്ടകളെ ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ പോലീസ് എന്തിനാണെങ്കിൽ പിന്നെ ഗുണ്ടകളെ പിടിച്ച് പോലീസുകാരാക്കിയ പോലെ എന്താണെന്ന് ആലോചിക്കുക. ക്രിമിനൽസുകളെ പിടിക്കാനും അവരെ നന്നാക്കാനും ഈ നാട് നന്നാക്കാനും വേണ്ടിയിട്ടാണ് പോലീസ് എന്ന് പറയുന്ന ഒരു അതോറിറ്റി തന്നെ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പൊ ആ അതോറിറ്റി തന്നെ ഗുണ്ടകൾക്ക് സപ്പോർട്ട് ചെയ്യുക, അവരെ കൂട്ടുകാരാക്കി തോളി കൈയിട്ടുകൊണ്ട് ഈ പറയുന്ന പങ്ക് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു പോലീസുകാരനെ ഒരു കാരണവശാലും, ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്, എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനത്തുള്ള ചെറിയ ഇങ്ങനത്തുള്ള കേസ്, കാരണം സാധാരണ ഒരു മനുഷ്യനാണല്ലോ, ഇതൊക്കെ അങ്ങനത്തുള്ള കണക്കിൽ പെടുത്തിയിട്ട് പിന്നെ കുറച്ച് നാളത്തെ ശരി എല്ലാവരും ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഒരു 6 മാസത്തേക്ക് വീട്ടിലിരിക്കും, കാരണം ശമ്പളമൊക്കെ കൃത്യമായിട്ട് അവിടെ കിട്ടുമല്ലോ, ലീവിലിരുന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ സസ്പെൻഷനിലിരുന്നാലും അവർക്ക് കിട്ടാനുള്ളതൊക്കെ പുട്ടടിക്കാനുള്ളത് കൃത്യമായിട്ട് അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് കഴിയുമ്പോൾ എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി നീ ഒരു 6 മാസം ലീവ് എടുത്തല്ലെന്നുണ്ടെങ്കിൽ അവിടെ സസ്പെൻഷനിൽ നിന്നു, അത് കഴിയുമ്പോൾ നിന്നെ പെയ്യെ എങ്ങ് എടുത്തേക്കാം. ഇതാണല്ലോ സാധാരണഗതിയിൽ നടക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് നടക്കുന്ന അത്രയും വലിയ എന്തെങ്കിലും ഒരു പ്രഷർ ചെലുത്തുന്ന അല്ലെങ്കിൽ വലിയൊരു ഇഷ്യൂ ആക്കി അത് മാറ്റിയാൽ മാത്രമേ, നമുക്കറിയാവുന്നവരാണ്, ഇതിനകത്താണ് ഈ മീഡിയ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.
എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സൊസൈറ്റി ഇപ്പം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇഷ്യൂ വലുതാണോ ചെറുതാണോ എന്ന് തീരുമാനിക്കുന്നത് മീഡിയ എയർ ചെയ്യുന്നതനുസരിച്ചാണ്. എത്രത്തോളം പ്രയോറിറ്റി മീഡിയ ഒരു ഇഷ്യൂവിന്, ഒരു വാർത്തയ്ക്ക് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും അധികാരികളിലേക്ക് ഈ ഒരു സംഭവം എത്തുന്നത്. ഇതാണ് ഇന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും ഇതിന്റെയും ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതൊരു പാവപ്പെട്ട കുടുംബമാണ്, ഒരു ദളിത് കുടുംബമാണ്. അതുകൊണ്ട് തന്നെ കേസ് നല്ല സ്ട്രോങ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുപോലുള്ള പോലീസുകാരെ ഒരിക്കലും 6 മാസത്തേക്കോ 3 മാസത്തേക്കോ 1 വർഷത്തേക്കോ ആയാലും സസ്പെൻഷനിൽ ഇരുത്തിയിട്ട് തിരിച്ചെടുത്ത് വീണ്ടും പുട്ടടിക്കാനുള്ള വക ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യുക. കാരണം ഇങ്ങനെ ക്രിമിനൽ മൈൻഡുള്ള പോലീസുകാരെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ പോലീസ് സേനയ്ക്ക് മൊത്തത്തിലും കളങ്കമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇവർക്ക് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഇവിടുന്ന് മൊത്തത്തിൽ അയാളെ ഈ പറയുന്ന ടെർമിനേറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എടുത്ത് ഡിസ്മിസ് ചെയ്യുക എന്നുള്ള കാര്യം തന്നെയാണ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്. അല്ല അപ്പുറത്തേക്ക് ഒരു ന്യായീകരണമോ ബാക്കി കാര്യങ്ങളോ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഒരു പോലീസുകാരൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ ആ പോലീസ് ആ ഒരു വിഭാഗത്തിൽ ഇരിക്കാൻ ഒരു തരത്തിലും അദ്ദേഹത്തിന് എന്താ പറയുന്നത് ഒരു സ്ഥാനത്തിരിക്കാനുള്ള ഒരു കഴിവും അല്ലെന്നുണ്ടെങ്കിൽ യോഗ്യതയില്ല എന്ന് തന്നെയാണ്. കാരണം നമ്മുടെ നീതി വ്യവസ്ഥ അനുസരിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് നമ്മുടെ നീതി വ്യവസ്ഥയിൽ, ഈ നിയമ സംഹിതയിലടക്കം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇത്രയും സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ഈ ഗുണ്ടകളുമായിട്ട് വന്ന് ഇത്രയും അതിക്രമിക്കുക, ക്രൂരമായിട്ട് പീഡിപ്പിക്കുക, അതും കുറ്റവാളി അല്ലാത്തൊരു മനുഷ്യനെ ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു മനുഷ്യനായിട്ട് പോലും പെടുത്താൻ കഴിയില്ല. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഗുണ്ടാ പോലീസ് എന്ന് തന്നെ വിളിക്കണം. ഇത്തരത്തിലുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും നമ്മുടെ ഈ പറയുന്ന പോലീസ് സേനയിൽ തുടരുവാണ് ുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പോലീസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന് തന്നെ ഈ സാധാരണ ജനങ്ങൾ നമുക്ക് നീതി കിട്ടുമോ, അല്ലെങ്കിൽ ഇവിടെ നീതി നടപ്പിലാക്കുമോ, നമ്മൾ അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുമോ, നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുമോ, അതോ ഈ പറയുന്ന ഉയർന്ന നമ്മളെ ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഭയങ്കര പണക്കാരായിട്ടുള്ള ഒരാൾ നമ്മൾ കുറ്റം ചെയ്യാതെ നിൽക്കുന്ന ഒരു പാവപ്പെട്ട ഒരാളുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും. പൈസ വാരി എറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോവില്ലേന്ന്. അത് തന്നെയാണല്ലോ നടക്കുന്നതെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ എന്ത് വന്നു കഴിഞ്ഞാലും മനുഷ്യർ പരാതിപ്പെടാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് സേനയെ അല്ലെങ്കിൽ പോലീസ് എന്ന് പറയുന്ന വിഭാഗത്തിനോട് ഉണ്ടാവുന്ന ഒരു വിശ്വാസം തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിന് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ, ഒരുപക്ഷെ ഇതുവരെ ഞാൻ വാർത്ത കണ്ടതിൽ വെച്ചിട്ട് അങ്ങനെ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ പെടാത്തതാണോ, ഇത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇതുവരെ കേസെടുത്തോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻ ഒന്നും ഇതുവരെ കണ്ടില്ല. പക്ഷെ എല്ലാ കാര്യത്തിലും ഒന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഈ പറഞ്ഞ തലപൊക്കി കേസെടുക്കുന്നതൊന്നും കണ്ടിട്ടില്ല. ചില കാര്യങ്ങളിൽ മാത്രമാണ് മുന്നോട്ട് വരുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ലേന്ന് അറിയത്തില്ല. പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഉള്ള അതോറിറ്റീസ് അല്ലെങ്കിൽ ആൾക്കാർ അത് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ മനുഷ്യാവകാശ ലംഘനമല്ലേ. കാരണം ഒരു മനുഷ്യന്റെ നീതി അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ സ്വാതന്ത്ര്യത്തെ, മൗലിക അവകാശത്തെ കടന്ന് ചോദ്യം ചെയ്യലാണിതെന്ന് പറയുന്നത്. ഈ പറയുന്ന ഒരു തെറ്റും ചെയ്യാത്ത ആ ഒരു കേസിൽ പ്രതി പോലും അല്ലാത്ത ഒരാളെ മാന്യമായിട്ട് എന്ന് ആദ്യം അല്ലെങ്കിൽ അന്വേഷിക്കാം, നീയാണോ കാര്യം അന്വേഷിക്കാതെ തന്നെ ചുമ്മാതെ കയറി ചെന്ന് അദ്ദേഹത്തിനെ ഉപദ്രവിക്കുക, ഈ പറയുന്ന ഈ വയ്യാതെ ആക്കിപ്പിക്കുക, ഗുണ്ടകളുമായിട്ട് ചെയ്യുക, ഇതൊക്കെ പറയുന്നത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. അപ്പം ഈ തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ അദ്ദേഹത്തിനെതിരെ ഏറ്റവും നല്ല രീതിക്ക് തന്നെ കേസ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് കേസ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഒരിക്കലും ഇത്തരത്തിലുള്ള പോലീസുകാർ നമ്മുടെ നാട് നന്നാക്കാനല്ല, മുടിപ്പിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചീത്തപ്പേര് ഉണ്ടാക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ പറയുന്ന പോലീസ് സേനയ്ക്ക്, നമ്മുടെ നാടിന് മൊത്തത്തിൽ കളങ്കം ഉണ്ടാക്കുന്നത്, തീർക്കുന്നത്. എത്ര നല്ല പ്രവർത്തികൾ ചെയ്യുന്ന പോലീസിനെ പോലും ഈ പറയുന്ന ഒരു തിന്മയുടെ വശത്തിലേക്കുള്ള ഒരു ചോദ്യം ചെയ്യലിന് കാരണമാകുന്നതും ഇത്തരത്തിലുള്ള പോലീസുകാരുടെ നടപടിക്രമങ്ങൾ തന്നെയാണ്. കുറെ അധികം ഉണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു നെടുമങ്ങാട് വനിതാ പോലീസുകാർ ആൾക്കാരെ നിന്ന് പൈസ തട്ടിച്ചെടുത്തിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജോലി ഉണ്ടായിട്ടും അതിൽ നിന്ന് സാലറി കിട്ടും, എല്ലാ കാര്യങ്ങളും സേഫായിട്ട് പോകാൻ പറ്റും, എന്നിട്ട് പോലും എന്താണ് ഇത്രയ്ക്ക് പൈസയോട് ആക്രാന്തം, അല്ലെങ്കിൽ ഈ ആൾക്കാരെ തട്ടിക്കുക, വെട്ടിക്കുക, കയ്യിൽ ഒരു അധികാരമുണ്ട് അത് വെച്ചിട്ട് എന്തും ചെയ്യാന്നുള്ള ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് തോന്നുന്ന കാര്യം നമ്മുടെ നിയമം ശക്തമല്ല എന്നുള്ള തോന്നുന്നതിൽ തന്നെയാണ്. കാരണം നിയമത്തിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് തന്നെ അറിയാം അതിന്റെ ലൂപ്പ് ഹോൾസ് എന്താണ്, എവിടെ നിന്ന് എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഊരി വരാൻ പറ്റും, ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, പൈസ വാരി എറിയാനുണ്ടെന്നുണ്ടെങ്കിൽ എത്ര വലിയ കൊലകുറ്റം ചെയ്തു കഴിഞ്ഞാൽ, എത്ര വലിയ പീഡനം ചെയ്തു കഴിഞ്ഞാലും നല്ലൊരു ക്രിമിനൽ വക്കീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തലയൂരി പോകാൻ പറ്റുമെന്ന് ഏതൊരുത്തനും കൊച്ചുകുട്ടി തൊട്ട് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ഇഷ്യൂസ് വരുന്ന സമയത്തും പകുതിയിലധികം ആൾക്കാരും മുറവിളി കൂട്ടുന്നത്
നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ അത് കൂടുതൽ ശക്തിപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം കാലം പോകുന്നതിനനുസരിച്ച് ആളുകളുടെ സ്വഭാവ രീതി, വൈകൃതങ്ങൾ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രീതിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അത്രയും ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ 1-2 ദിവസമായിട്ട് കാണുന്നുണ്ട്, പിഞ്ചു കുഞ്ഞിനെ വരെ ഒരു മടിയും കൂടാതെ കൊന്നെറിയുന്ന അമ്മമാരുണ്ട്. സ്വന്തം ലാഭേച്ഛയ്ക്ക് വേണ്ടിയിട്ട് മാത്രം, കാമുകന്മാരോടൊപ്പം ഒളിച്ചോടി പോകുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പം ഇത്തരത്തിലുള്ള ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് സ്ട്രെങ്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ബലം കൊടുക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ഈ ലൂപ്പ് ഹോൾസ് തന്നെയാണ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ചെറിയ പഴുതുകൾ തന്നെയാണ്. ആ പഴുതുകളെ എത്തരത്തിൽ അടയ്ക്കാൻ കഴിയുമോ, അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ, അതൊന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ ഈ ക്രിമിനലുകളെ, അല്ലെങ്കിൽ ഈ ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരെ നേരെ കൊണ്ടുവരാൻ, അവർ എന്തെങ്കിലുമൊക്കെ ഈ തെറ്റുകൾ ചെയ്യുന്നതിന് മുന്നായിട്ട് 2 വട്ടം ചിന്തിപ്പിക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലെ കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥിതി അത് ഇവിടെ തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവരണം. എന്തിനാണ് നമ്മുടെ നാട് മാത്രം ഭയങ്കരമായിട്ട് ഔദാര്യം കാണിക്കുന്നത്? അതായത് നമ്മുടെ നാട്ടിൽ പറയുന്ന, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പറയുന്ന ഒരു കാര്യമാണ് ഒരുവന്റെ ജീവൻ എടുക്കാൻ അവകാശമില്ലെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുവൻ മറ്റൊരുവന്റെ ജീവൻ എടുക്കുന്ന സമയത്ത് അവന്റെ ജീവൻ എടുത്തതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് പറയുന്നത്? ആ രാജ്യത്തും അത് തന്നെയല്ലേ ചെയ്യുന്നത്. ഈ കൊലക്കുറ്റം ചെയ്യുന്ന ഒരുത്തന്, ആ പാവപ്പെട്ട ഒരുത്തനെ കൊല്ലാനുള്ള അവകാശം ഉണ്ടെങ്കിൽ ഇവന് പിന്നെ ജീവിക്കാനുള്ള അവകാശം എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത്? ആ അവകാശം കൊടുക്കണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നത് ആ മരണപ്പെട്ടവന്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അവര് പറയട്ടെ ജീവിക്കണോ വേണ്ടെന്ന്. അതല്ലാതെ നമ്മളായിട്ട് എന്തിനാണ് അങ്ങനെയുള്ള നിയമം, ശക്തമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നാൽ, താക്കീതുകൾ നൽകിയാൽ മാത്രമേ ഇനിയുള്ള കാലം നമ്മുടെ നാടല്ലെന്നുണ്ടെങ്കിൽ കുട്ടിച്ചോറാവുക തന്നെ ചെയ്യും. കാരണം ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്രയും വൈകൃതം പിടിച്ച, അത്രയും അരാജകത്വം നിറഞ്ഞ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാർത്ത എത്രമാത്രം കാണുന്ന ആൾക്കാരുണ്ടെന്ന് അറിയത്തില്ല. 2ഉം 3ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളടക്കം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, അയ്യോ എൻ്റെ കുഞ്ഞ് അങ്ങനല്ല, എൻ്റെ കുഞ്ഞ് പുണ്യവാളനാണ്, പുണ്യാളത്തിയാണ്, അങ്ങനെ പറയുള്ളൂ. 2 വയസ്സെന്നല്ല, 3 വയസ്സെന്നല്ല, 4 വയസ്സെന്നല്ല, എല്ലാ കുഞ്ഞിൻ്റെ കയ്യിൽ ഫോണും എടുത്ത് കൊടുത്ത് ബാക്കി കാര്യങ്ങളും ശ്രദ്ധിക്കാതെ അമ്മയും അച്ഛനും, അമ്മയുടെ അച്ഛൻ്റെയും പാട്ടിന് പോകുന്ന സമയത്ത് കുട്ടികൾ എന്ത് കാണുന്നു, എന്ത് ശ്രദ്ധിക്കുന്നു, അവരുടെ IQ ലെവൽ വളരെ കൂടുതലാണ് ഇന്നത്തെ കുട്ടികളുടെ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ, ഇന്നത്തെ വാർത്തകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. 2ലും 3ലും പഠിക്കുന്ന കുട്ടികളാണ് ഈ പീഡിപ്പിക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ പീഡിപ്പിച്ച് കൊല്ലുന്നത് പെൺകുട്ടികളെ. ഈ മധ്യപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ നടന്ന മരണനിരക്കുകൾ എന്ന് പറയുന്നത്, കൊലപാതകങ്ങൾ, അതായത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്, സഹോദരങ്ങളോ അല്ലെങ്കിൽ കൂട്ടുകാർ, കൂടെ പഠിക്കുന്ന കൂട്ടുകാർ, ആ കൂട്ടുകാരുടെ പ്രായം എന്ന് പറയുന്നത് 15 വയസ്സിൽ താഴെ മാത്രമാണ്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ വല്ലാത്ത രീതിക്ക് ഈ ഒരു അരാജകത്വം, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിമിനലിസം കൂടിക്കൂടി വരുവാണ്. അത് വലുതെന്നല്ല, ചെറിയ കുഞ്ഞു തൊട്ട് തുടങ്ങുകയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത് നിയമവ്യവസ്ഥിതി തന്നെയാണ്. ഈ നിയമം നമ്മുടെ നിയമവ്യവസ്ഥിതി അത്രത്തോളം, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കരുണ, കൈൻഡ്നസ് ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. എല്ലാവരോടും ഭയങ്കരമായിട്ട് സ്നേഹം, സഹതാപം, മറ്റുള്ളവർക്ക് ഈ പറയുന്ന അഭയം നൽകൽ, ഇതൊക്കെ ശരിയാണ്, അത് വേണ്ടുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട് ഇതുപോലെ തന്നെ നിലനിർത്തണമെങ്കിൽ, നശിപ്പിച്ച് കളയാതിരിക്കണമെങ്കിൽ അതിന് വേണ്ടുള്ള മുൻകൂട്ടി കരുതലുകൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ ഒരുപാട് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതും കൂടി ഇതിൻ്റെ കൂട്ടിച്ചേർക്കാനായിട്ട് തോന്നി. അതുകൊണ്ടാണ്, കാരണം ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ. അപ്പം എന്തായാലും ഇത്ര മാത്രമേ പറയാനുള്ളൂ. ആ പാവപ്പെട്ട കുടുംബത്തിനെ ഉപദ്രവിച്ച ആ പോലീസുകാരൻ ഇനി ഒരിക്കലും ആ പോലീസ് സേനയിൽ ഉണ്ടാവാതിരിക്കട്ടെ.